ഇഷ്ടപ്പെട്ടിട്ടില്ല? ഇഷ്ടപ്പെട്ടെങ്കിൽ ചിരിക്ക്. നോക്കട്ടെ, ശരിക്കും ഒന്ന് നോക്കട്ടെ. ഞാൻ പറയണ മഴോടേക്ക് പോകാൻ കാത്തിക്കണ കുട്ടികളാണ് കേട്ടോ. ബസ് കാത്തിക്ക മഴോടേക്ക് പോവാന്, വിരുന്ന് പോവാന്. എസ്കോട്ട് ഉണ്ടോ? ഇന്നിപ്പോൾ പട്ടാമ്പി വീട്ടിൽ പോകാനുള്ള പുറപ്പാടാണ് കേട്ടോ. പട്ടാമ്പി വീട്ടിൽ പോകാൻ ഇതിന് വെള്ളത്തുണിയൊക്കെ ചീന്തിരുന്ന കാര്യമില്ലേ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാമിക്കുട്ടിക്ക് പല്ല് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പല്ലട വെക്കണം, പല്ലട ചടങ്ങ് ഉണ്ടാക്കുന്നുണ്ടോന്ന് കേട്ടോ. അതെല്ലാവരും പറഞ്ഞപ്പോഴും നല്ല, അല്ലെങ്കിലും ഇങ്ങനെ റീലിലൊക്കെ ഇങ്ങനെ കാണാമല്ലോ. ഞങ്ങളുടെ നാട്ടിലൊന്നും ഇല്ല പല്ലട വെക്കല്, അതെന്താന്ന് പോലും അറിയണ്ടാവില്ല കേട്ടോ. അപ്പോൾ റീൽസിലൊക്കെ ഇങ്ങനെ കാണാം, അപ്പോൾ ഒരു രസമാണല്ലോ. അപ്പോൾ യാമിക്കുട്ടിക്കും പല്ലട വെക്കണ ചടങ്ങ് ഉണ്ടാക്കണം എന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം കേട്ടോ. അപ്പം അങ്ങനെ പുതിയ പുതിയ ഓരോരോ സംഭവങ്ങൾ, പല്ലട വെക്കലൊന്നും ഇപ്പോൾ ഒരു വിശ്വസിക്കാൻ പറ്റിയൊരു കാര്യം ഒന്നല്ല കേട്ടോ. അതെന്താണെന്ന് ചിലവർക്ക് അറിയുന്നുണ്ടാവില്ലല്ലേ. അതറിയാൻ അടുത്ത വീഡിയോ കണ്ടാൽ മതി, അപ്പോൾ മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. അതൊക്കെ ഒരു രസം മാത്രം. കാരണം നമുക്ക് ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ പുതിയതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റണതും നമുക്ക് ചെയ്യാൻ പറ്റണതും സന്തോഷിക്കാൻ പറ്റിയതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ ആരെയും ഒരു ബുദ്ധിമുട്ടിപ്പിക്കണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് യാമിക്കുട്ടിയുടെ പല്ലട വെക്കുന്ന ചടങ്ങ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് എല്ലാവരും ഇങ്ങോട്ട് വരുകൊണ്ടു അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു എന്നാൽ അത് ഇവിടുന്ന് ആയിക്കോട്ടെ, ഇങ്ങോട്ട് വരുകൊണ്ടു പറഞ്ഞിരിക്കുക. അപ്പോൾ പട്ടാമ്പി വീട്ടിൽ വെച്ചിട്ടാണ് ആ പരിപാടി കേട്ടോ. അപ്പോൾ യാമിക്കുട്ടിക്ക് ഇത് അതേപോലത്തെ കുപ്പായം അടിക്കണം കേട്ടോ, പെൺകുപ്പായം. അപ്പോൾ ഇത് കാതുകുത്ത് കല്യാണത്തിന് അടിച്ച കുപ്പായം. അപ്പോൾ കാതുകുത്ത് കല്യാണം എന്ന് പറയുമ്പോൾ നമ്മൾ കല്യാണപ്പെണ്ണ് പോലെ പട്ടിൻ്റെ ഒക്കെ ഡ്രസ്സ് ഇടണമല്ലോ. അപ്പോൾ ഇതിന് ഞാൻ സാധാരണ പഴയ ആളുകൾ ഇടുന്ന പോലത്തെ കാച്ചിമുണ്ടും ആ കറുപ്പുമ്പോൾ വെള്ളപ്പുള്ളി ഉള്ളതുണ്ടല്ലോ, അങ്ങനത്തെ കുപ്പായൊക്കെ ആക്കാന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ എന്തായാലും മെറ്റീരിയലൊക്കെ മേടിക്കാൻ പോയപ്പോൾ കുറേ മെറ്റീരിയൽ മേടിച്ചു കേട്ടോ. ഞാൻ മേടിക്കാൻ പോയ ഈ ഒരു മെയിൻ മെറ്റീരിയൽ മാത്രം അവർ കട്ട് ചെയ്ത് തന്നിട്ടില്ല കേട്ടോ. അവർക്ക് വിട്ടുപോയതായിരിക്കും. അപ്പം ഇനി പോയി എടുക്കാൻ സമയമില്ല. അപ്പം ഞാൻ എന്താ ഈ ഒരു പീസ് ഉണ്ട് എൻ്റെ അടുത്ത്, നല്ല ഭംഗിയുള്ള ഒരു പീസാണ്, നീല കളർ. അപ്പം നീല ആക്കാന്ന് വിചാരിച്ചു കേട്ടോ. അത് നീല തോന്നി ഇതിലേക്ക് സെറ്റ് ആക്കാൻ. അപ്പം വെള്ള കാച്ചത്തുണി ഉണ്ടാക്കണം. ഇതുകൊണ്ട് ഇതേ അളവിലൊരു കുപ്പായം അടിക്കണം. അപ്പം ആദ്യം ഈ ഒരു കളർ വെച്ചിട്ട് ഇതുകൊണ്ട് കാച്ചത്തുണി ഉണ്ടാക്കണം. കാച്ചിത്തുണി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയണ്ടാവും അല്ലേ. പണ്ടൊക്കെ നമ്മൾ ഒപ്പനക്കൊക്കെ ഉണ്ടാക്കൂലേ. ആ പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ അമ്മമാർക്കൊക്കെ, എനിക്ക് യാമിക്കുട്ടി ഉള്ളതിൻ്റെ ഒന്നാമത്തെ ഒരു ആകെയുള്ളൊരു ടെൻഷൻ എന്താ വെച്ചാൽ ഈ കുട്ടി പഠിക്കുമെന്നാവോ, ഈ കുട്ടീനെ ഒന്നു മുതൽ അങ്ങ് പഠിപ്പിക്കേണ്ടേക്ക്. അത് ഭയങ്കര ഒരു ഇതുള്ള കാര്യമായിട്ട് ഒരുവിധ അമ്മമാർക്കൊക്കെ ചിലർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. എന്നാൽ ഒരുവിധ അമ്മമാർക്കൊക്കെ കുട്ടികളെ പഠിപ്പിക്കലൊരു ബുദ്ധിമുട്ടാക്കാറില്ലേ. അപ്പോൾ അങ്ങനെയുള്ള അമ്മമാർക്കൊക്കെ വേണ്ടിയിട്ടേ എല്ലാ ട്യൂഷനും നമുക്ക് അഫോർഡബിൾ ആവില്ല, എല്ലാവർക്കും ഒന്നും ട്യൂഷനും വിടാൻ പറ്റില്ല. അങ്ങനെ അപ്പോൾ കുറച്ചൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ട്യൂഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യുന്ന വേണ്ടത് നിങ്ങൾക്ക് യൂസ് ആവും, നിങ്ങളെ മക്കൾക്ക് യൂസ് ആവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആർക്കെങ്കിലും യൂസ് ആവുമെന്നൊന്ന് നോക്കി. ഞാൻ ഇതിന് മുമ്പ് വരെ പരിചയപ്പെടുത്തിയിരുന്നു കേട്ടോ, ട്യൂട്ടർ ഡൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്യൂഷന്. അന്ന് ഒത്തിരി പാരൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഹെൽപ്പായി മക്കളെ ചേർത്തി എന്നൊക്കെ. ഇവർ ഡെയിലി KG മുതൽ എല്ലാ ക്ലാസ്സുകാർക്കും എല്ലാ സിലബസിനും ട്യൂഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് ഇതിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളവരാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളെ ഓരോരുത്തരുടെ ഓരോ സമയത്തിനനുസരിച്ചിട്ട് നമുക്ക് വീട്ടിലിരുന്നിട്ട് ഓൺലൈൻ ആയിട്ട് ട്യൂഷൻ ഇരിക്കാം. സ്കൂളിൽ മാത്രമല്ല മദ്രസ ട്യൂഷനും അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. മദ്രസയ്ക്ക് രാവിലെ പോകാനും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവരും ഒക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ എല്ലാ കാറ്റഗറി മദ്രസയും ഇവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാ സബ്ജക്റ്റിനും, അതായത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, അറബിക്, ഇതിനൊക്കെ അവർ ഫൗണ്ടേഷൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാത്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ കുട്ടികൾക്ക് ഭയങ്കര ഒരു വെല്ലുവിളിയാണല്ലോ. അപ്പൊ അതിന് മാത്രമായിട്ട് 20 ദിവസത്തെ സ്പെഷ്യൽ ഫൗണ്ടേഷൻ കോഴ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എല്ലാ കുട്ടികൾക്കും ഒരേപോലെയല്ല, ഓരോ കുട്ടികൾക്കും ഓരോ കാര്യങ്ങളായിരിക്കും അറിയാത്തതും അറിയുന്നതും ഒക്കെ ഉണ്ടാവുക. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ഓരോരുത്തർക്കും വേണ്ടി കസ്റ്റമൈസ് ചെയ്തിട്ടാണ് അവർ സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ കുട്ടികൾ ഹയർ സ്റ്റഡീസിന് വേണ്ടി പോകാൻ നിൽക്കായിരിക്കും. അപ്പൊ അവർക്ക് +2 ഒരു ബേസ് ഇല്ലാത്ത കുട്ടികൾ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള കുട്ടികൾക്ക് സയൻസ്, കോമേഴ്സ്, ബിസിനസ് ഇങ്ങനെയുള്ള സബ്ജക്റ്റിന് ബേസിക് ക്ലാസ്സും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മളെ കുട്ടികൾ സയൻസിൽ എടുത്തിട്ട് ബിസിനസ് ഫീൽഡിലേക്ക് പോകും, കൊമേഴ്സ് എടുത്തിട്ട് സയൻസിലേക്ക് പോകും. അങ്ങനെ മാറുന്ന കുട്ടികൾക്കൊക്കെ ബേസ് ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്കും ബേസ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞ മദ്രസയുടെ കാര്യം 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള
കുട്ടികൾക്ക് നല്ല മികച്ച അധ്യാപകരുടെ കീഴിൽ തന്നെ അവർ മദ്രസ പഠനം കൊടുക്കുന്നത്. പിന്നെ ഇപ്പൊ നമ്മുടെ ഇടയിൽ സ്പെഷ്യലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ പഠനത്തിന്റെ കാര്യത്തിലൊക്കെ വീട്ടുകാർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ചിലവർ ഇങ്ങനെ പ്രായത്തിനനുസരിച്ചിട്ട് അവർക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയൂല, അവർക്കൊരു ഹെൽപ്പ് ആവശ്യമാണല്ലോ. അപ്പൊ അവർക്കൊരു അക്കാദമിക് ഹെൽപ്പ് എന്നോണം ഇവർക്കൊരു ഫൗണ്ടേഷൻ കോഴ്സ് സ്പെഷ്യൽ സിലബസ് വെച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്നുമല്ല, ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ടീച്ചിങ് ഫീൽഡിലേക്ക് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവരുടെ അടുത്തുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അവരുടെ കോൺടാക്ട് നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയൊക്കെ നിങ്ങളെ മക്കളെ ട്യൂഷൻ പഠിപ്പിക്കാനും ബേസിക് ഒക്കെ ഉഷാറാക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എന്തായാലും നിങ്ങൾക്ക് യൂസ് ആവും. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് അവർ ട്യൂഷനൊക്കെ കൊടുക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ ഓൺലൈനായിട്ട് നമുക്ക് എവിടെ ഇരുന്നിട്ട് പഠിപ്പിക്കാം. ഇപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സുഖമാണല്ലേ. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ ടീച്ചർ ആവാൻ ആഗ്രഹമുള്ളവർ അതും ട്രൈ ചെയ്ത് നോക്കി നോക്കി. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. വെള്ളം തിളച്ചു, കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഇതാ കഥം എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഈ പാക്കറ്റിന് ഇട്ട് നമുക്കിത് കളർ വീട് നിൽക്കണം അങ്ങനെയൊന്നുമില്ലല്ലോ. അതിന് തെല്ലത്തിൽ കുറച്ച് കൊടുക്കണുള്ളൂ. അതുകൊണ്ട് എന്താ വെള്ളത്തിലിട്ട് തിളപ്പിക്കണമെന്നില്ല കേട്ടോ, അല്ലെങ്കിൽ അതിലിട്ട് ഇങ്ങനെ തിളപ്പിക്കുക ചെയ്യാം. ഇത് നമ്മളെ തുണിയും ഇത് നമ്മളെ ഷാളുമാണ് കേട്ടോ. ഷാളിൻ്റെ 4 പുറം കുറച്ച് കൊടുക്കണം, തുണിയുടെ പിന്നെ ഒരു ഭാഗത്ത് മാത്രം 4 പുറം ഉണ്ടായിക്കോട്ടെ അല്ലേ. ഞാൻ നോക്കിയില്ല, ഏതെങ്കിലും ഫോട്ടോകൾ എന്തെങ്കിലും നോക്കിയാൽ മതിയായിരുന്നു. അതൊക്കെ ഓർത്തില്ല. ഇത് നേരമല്ല, ഇന്ന് വൈകുന്നേരം പോണേ. ഇക്കൊക്കെ പള്ളിയിൽ പോയിക്കാണ്, യാമിക്കുട്ടി ഉറങ്ങുകയാണ്. അപ്പോൾ ഷാളിൻ്റെ 2 അറ്റത്തും ആദ്യം കൊടുക്കട്ടെ. ഇവിടെ കയറിട്ട് കെട്ടണം. ഞാൻ പക്ഷേ തട്ടിക്കൂട്ടാൻ വേണ്ടി പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാണ് കേട്ടോ. ഞാൻ മുന്നേ ഷെഫ്കൂട്ടനൊക്കെ ഒരു ഷർട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ട കേട്ടോ. എൻ്റെ പഴയ വീഡിയോ. ഷാളിനധികം വീതി വേണ്ട. അത് ഞാൻ എങ്ങനെ പിടിച്ച് നിർത്തിയാലോ. അപ്പം ഞാൻ പിന്നെ റിസ്ക് എടുത്തില്ല, വേഗം കൊണ്ടുപോയി ഉണക്കി. ഇതും കൊണ്ടുപോയി ഉണക്കട്ടെ. ഉണക്കിയിട്ടൊരു ഷാളിൻ്റെ ഈ കരം കൂടി ഉണക്കണം. ഞാൻ ഇഷ്ടപ്പെട്ടൊരു കളറോ ഞാൻ വിചാരിച്ച പോലെ ഒരു സംഭവമേ ആയില്ല കേട്ടോ. ഞാൻ പഴയ നടിമാരെ പോലെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയൊക്കെ ഉള്ളതും അങ്ങനെ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇതായിരിക്കും മോൾക്ക് ഇടാനുള്ളത്. എന്തൊക്കെ വാരി വലിച്ചിട്ട് ഓടി വരുന്നുണ്ട് യാമിക്കുട്ടി. എന്താണ് എന്ത് വാരി വലിച്ച് ഓടി വരുന്നത്? എന്ത് കണ്ണും കൊണ്ടൊരു കളി. അങ്ങനെ പിന്നെ യാമിക്കുട്ടി നീക്കലും ഉറങ്ങലും ആരൊക്കെ വരവും പോക്കും ഒക്കെ ആയിട്ട് ഡ്രസ്സ് തയ്ക്കൽ അങ്ങോട്ട് കഴിഞ്ഞു. എന്താ ഇവിടെ എത്തിയേക്കുന്നു? പിന്നെതാ കച്ചിത്തുണിയൊക്കെ ഉണങ്ങി കിട്ടി, വള്ളിയൊക്കെ വെച്ചു. തുണിയുടെ കളറൊന്നും എനിക്കൊരു ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു കളർ കോമ്പിനേഷൻ ആട്ടോ. ഇത് അവിടെ പോയിട്ട് എല്ലാവർക്കും കാണിക്കണം ആലോചിച്ചിട്ട് എന്നൊരു ഇടങ്ങേറ്. മറ്റാണ് ഈ കര ഒന്നും കൂടി കളർ കൂട്ടണം. നാളെ നമുക്ക് അവിടെ പോയിട്ട് അമ്മ രാവിലെ കളർ കൂട്ടിത്തരാട്ട്. ഇഷ്ടപ്പെട്ടു? യാമിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടില്ല? ഇഷ്ടപ്പെട്ടെങ്കിൽ ചിരിക്ക്. നോക്കട്ടെ, ശരിക്കും ഒന്ന് നോക്കട്ടെ. ഞാൻ പറയണേ കുഴപ്പമില്ലല്ലോ. ഇതിൻ്റെ ക്ഷീണത്തിൽ ഞാൻ ബർത്ത്ഡേക്ക് നല്ല അടിപൊളി ഡ്രസ്സ് യാമിക്കുട്ടിക്ക് തയ്ച്ചു തരാം കേട്ടോ. അപ്പോൾ രാത്രിയായിട്ടൊന്ന് വൈകുന്നേരം പോകണം വെച്ചിട്ട് ചെയ്തപ്പോൾ തയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രിയായി. അപ്പം ഞങ്ങൾ എന്താ ലൈനിങ് ഒക്കെ കിട്ടിയ ലൈനിങ് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുളത്തൊക്കെ അവിടെ പോയിട്ട് വേണം വെക്കാൻ. അവിടെ ഇപ്പം എല്ലാവരും വന്നിട്ടുണ്ടാവും. അപ്പം ഞാൻ വേഗം ഒരുങ്ങട്ടെ കേട്ടോ. വലിയ ഒരുക്കാനങ്ങൾ കഴിഞ്ഞു. ഇനി യാമിക്കുട്ടിനെ ഒരുക്കണം, പെട്ടി ഒരുക്കണം. അങ്ങനെ പറഞ്ഞു കുട്ടിനെ പറ്റിച്ച് അത് കണ്ണൊക്കെ ചിമ്പിയിട്ട് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ കോരിട്ട് വലിയ കുട്ടി ചെറിയ കുട്ടിയൊക്കെ ഒരുങ്ങി പുറപ്പെട്ടു. 2 ആളും മറുപടിക്ക് പോവാണേ അല്ലേ? മറുപടിക്ക് കുട്ടി എങ്ങടാ പോണേ? ഒക്കെ എടുത്തല്ലോ അല്ലേ? ഇതിന്റെ ഒക്കെ എടുത്തോ? മഴോടേക്ക് പോകാൻ കാത്തിക്കണ കുട്ടികളാണ് കേട്ടോ. ഇങ്ങനെ പണ്ടൊക്കെ മഴോടേക്ക് പോകാൻ കുട്ടികളിരിക്കുക. ബസ് എത്തിക്കങ്ങള്
ബസ് കാത്തുക്ക മടടിക്ക് പോവാന് വിരുന്ന് പോവാന്. ഗെയിം കളിക്ക. ആമിക്കുട്ടി പെട്രോൾ പമ്പിൽ എത്തിയിട്ട് നോക്കൽ തുടങ്ങിയിട്ടുണ്ട്. പെട്രോൾ പമ്പിലെത്തിയ ആൾക്കാരെ നോക്കുന്ന പരിപാടിയാണ്. ഞാൻ കയ്യും തലയും പുറത്തിട്ടിട്ട് വഷളായോ ആമിക്കുട്ടി? വഷളായോ? അല്ല പിന്നെ ഓന് പന്നോട് ഞാൻ ചെറുക്കാൻ നിൽക്കുക നോക്കണൊക്കെ. പാവം പാവം ആമിക്കുട്ടി വഷളാക്കിയാണേ. വഷളാക്കിയ ഡോഗ് ഏതാ വാല് ഇറക്കല്. വീടെത്തി ആമിക്കുട്ടി വീടെത്തി നോക്കടി എല്ലാരും. അങ്ങനെ ഇവിടെ എത്തി എല്ലാരും കൂടി ആമിക്കുട്ടിനെ പൊത്തിക്കൊണ്ടുപോയി. ഉപ്പുകുട്ടി വായ മഴോടി എത്തി വാ. നീക്കുമ്പോ കണ്ണൂർ നീക്കുമ്പോ കണ്ണൂർ നീക്കുമ്പോ കണ്ണൂർ നീക്കുമ്പോ ഇവിടെ ആരൊക്കെ കാണുന്നത് അടുക്കള പോയി എല്ലാതും പരതി എന്തൊക്കെയാണെന്നൊക്കെ നോക്കി വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഇവിടെ ഇരിക്കാനുണ്ട്. പുതിയാപ്പിളായിട്ട് ഇങ്ങനെ ഇരിക്കണേ. പുതിയാപ്പിള കുപ്പായൊക്കെ ഇട്ടിട്ട് ബ്രെഡ് പുഴുങ്ങിയതോ ലക്ഷങ്ങൾ വരെയുള്ള കറിയാണ്. എല്ലാരും മാറിക്കും. എസ്കോട്ട് ഉണ്ടോ? മട്ടൻ കറിക്ക് എസ്കോട്ടൊക്കെ പോകുന്നുണ്ട്. സൽക്കാരം തുടങ്ങി എല്ലാരും പോന്നോളി. സൽക്കാരം തുടങ്ങി. ഫോണിൽ തോണ്ടിരുന്ന പെണ്ണ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഫുഡ് ഉണ്ടാവില്ല. ഗുഡ് മോർണിംഗ് ആയിട്ടോ. വെരി ഗുഡ് മോർണിംഗ്. യാമിക്കുട്ടി ഉണ്ടെന്ന് മന്തി ഉണ്ടാക്കുന്നത്. യാമിക്കുട്ടി മന്തി ഉണ്ടാക്കുന്നേ. മന്തി മസാല ഒക്കെ കയ്യിൽ ആ ഓളന്ന് മന്തി ഉണ്ടാക്കുന്നത്. രാവിലെ നീച്ച് കളി ആരംഭിച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ. ചായ കുട്ടാപ്പി. യാമിക്കുട്ടി എവിടെ ഉമ്മാന്റെ ഒടിയിലാ? ഉമ്മാന്റെ ഒടിയിലാ? ഞാൻ ഇന്നലെ വന്നപ്പോഴത്തെ അതേ ഡ്രസ്സാണ് കേട്ടോ. ഇന്നലെ വന്നപ്പോ ജാസ്മിൻ ചോദിച്ചേ, ഓ ഈ കടക്കാൽ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് പോരിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറയാ ഓജൊക്കെ ഇങ്ങനെ കല്ലുമുത്തൊക്കെ ഉള്ള ഡ്രസ്സ് ഇട്ടിട്ടാണോ കിടക്കുന്നത്? ഓളിത് കണ്ടിട്ട് ചോദിക്കും. അപ്പൊ ഞാൻ പറയാം ഇജൊക്കെ ഇങ്ങനത്തെ കല്ലുമുത്തൊക്കെ ഉള്ള ഇട്ടിട്ടാണോ കിടന്നിറങ്ങല് ചോദിച്ചു. അപ്പൊ ഓള് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇന്നലെ ഡ്രസ്സൊക്കെ കിടന്നു. ഇന്നലെ പിന്നെ അങ്ങനെ രാത്രി വർത്താനം കൂട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഡ്രസ്സ് മാറ്റാൻ നിന്നില്ല. പിന്നെ അങ്ങനെ അപ്പൊ ഞാൻ കിടക്കുമ്പോ പേരോട് എല്ലാ ജാസ്മിൻ കൂട്ടി ഞാൻ രാവിലെ കണ്ട് നീച്ചിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം പറയാ. ഇങ്ങനൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടികൾ ഉണ്ടാവും. എല്ലാവരും അടുക്കളയിലുണ്ട്. മന്തി ഫ്രൈയാ? ഇസുക്കാക്ക് മന്തി ഫ്രൈ അത്ര കേട്ടോ. ഞങ്ങൾക്കൊക്കെ മന്തി റൈസ് മതി. ഇപ്പൊ ഇന്ന് യാമിക്കുട്ടിയുടെ പല്ലട വെക്കുന്ന പരിപാടിയാണല്ലോ. യാമിക്കുട്ടി കുപ്പായൊക്കെ ഇടും. പല്ലൊക്കെ വലുതായിട്ടോ. പല്ല് വന്ന ഉടനെ വെക്കുന്നതാണ് ഈ പരിപാടി. റോക്കറ്റ് വിക്ഷേപണമാണ്. ജാസ്കുട്ടി എല്ലാരും വിളിച്ച് കുഴങ്ങിട്ട് അവസാനം കഴിക്കാൻ തുടങ്ങി. എല്ലാരും എടുത്ത് പോയിക്കോളി. നാളെ രാവിലെ കുട്ടികളായിട്ട് തള്ളി മറിക്കാനതാ. ചെമ്പറടി പല്ലടക്കുള്ള ചെമ്പറടി. നജിത്താന്റെ വക എന്താണ് കബാലിയത്തോ? നജിത്താന്റെ കബാലിയത്താണ് കേട്ടോ ഇന്നത്തെ പരിപാടിയുടെ സ്പെഷ്യൽ ഐറ്റം. അത് നല്ല എല്ലാ സാധനവും മന്തിച്ചോറ് ഇതല്ല അതല്ല നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് ശരിയാക്കല്ലേ. എന്തേ കബാലിയത്തുണ്ടോ? ആയ നോക്കാൻ വന്നതാ? ഇവിടെ എനിക്ക് തുണക്കാരൻ വന്നിട്ടുണ്ട്.
ഐഷുമ അമ്മാമ്മ തിന്ന ന്യൂട്ടലി പുട്ടുവോ വെറൈറ്റിയാ തുടങ്ങണേ ഉള്ളൂ വെള്ളം വെച്ചിട്ടുണ്ട്. അവള് നോക്കിയിരിക്കണേ. വേറെ പൂച്ചനെ കണ്ടിട്ടില്ല. മതില് കെട്ടിക്കൊണ്ട് വരൂല. പക്ഷെ ചില സമയത്ത് ഇതേമാതിരി പൂച്ച വരലിട്ട് അപ്പൊ ഓള് അതൊന്നും പോള് കണ്ടിട്ടില്ല. പൂവിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ പൂവാ, ഞങ്ങളുടെ വീട്ടിൽ പൂവാണ് കേട്ടാ. സത്യം പറ. ഇപ്പൊ ഇതാ ഞങ്ങൾ 5 ആളൊന്ന് ഒത്തുകൂടിയിട്ടുണ്ട്. 5 ആളും കുട്ടികളും മക്കളൊക്കെ ആയിട്ട്. ഇപ്പൊ ഇന്ന് യാമിക്കുട്ടിയുടെ പല്ലട വെക്കണ പരിപാടിയൊക്കെ. അപ്പൊ എല്ലാരും കൂടിയൊക്കെയാണ്. അപ്പൊ എല്ലാരും കൂടുമ്പോ എന്നും ഒരു രസമാണല്ലോ. അപ്പൊ പല്ലട വെക്കണ ചടങ്ങ് ഞാൻ പറഞ്ഞല്ലോ, അങ്ങക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ, ചടങ്ങ് ഇതൊന്നും. ഇപ്പൊ ഇങ്ങനെ പക്ഷെ അറിയാം അങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഒരു രസമല്ലേ. അപ്പൊ ഇന്ന് ആ ഒരു പരിപാടിയൊക്കെ വെക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇൻഷാ അല്ലാ. അപ്പൊ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കട്ടോ. ഈ വേഗം യാമിക്കുട്ടിനൊന്ന് സുലുവ കുളിപ്പിക്കണമെന്ന് പറഞ്ഞു. അവർക്ക് കുട്ടികളെ കുളിപ്പിക്കണ വീക്ക്നെസ്സാണ്. അപ്പൊ ഞാൻ യാമിക്കുട്ടിനെ കുളിപ്പിക്കാനും ഒരുക്കാനും ഒക്കെ തുടങ്ങട്ടെ. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം. ഞാനിത് ഇന്നലെ ഇട്ട് അതേ മാക്സി തന്നെയാണ് കേട്ടോ ഇട്ടിക്കണത്. ഇനി ഞാൻ ഒരുങ്ങട്ടെ, യാമിക്കുട്ടി ഒരുങ്ങട്ടെ, കുപ്പായൊക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കട്ടെ.